ഹായ് ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എന്ത് പറയണം, ഇതെങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണെന്ന് എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പേര് പ്രവ്യ, എൻ്റെ സ്ഥലം കണ്ണൂരാണ്. ബട്ട് ഇപ്പം ഞാൻ ഉള്ളത് ബാംഗ്ലൂരാണ്. എൻ്റെ വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നതാണ്. ഇനി എൻ്റെ വർക്ക് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ ആകാശ് മെഡിക്കൽ കോളേജിൽ എലൈഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മൈക്രോബയോളജിയാണ്. ഇനി എന്തിന് യൂട്യൂബ് ഇങ്ങനൊരു സംഭവം പ്ലാറ്റ്ഫോമിലേക്ക് വന്നു എന്നുള്ളത് പറയാമെന്ന് കരുതി. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തത് ജാനുവരി ആ ഒരു ടൈമാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എനിക്ക് വർക്ക് പ്ലേസിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഒറ്റപ്പെടലും അതുപോലെ തന്നെ എന്താ പറയുക, ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനീഷ്യൽ ആ ഒരു വർക്ക് ടൈം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഹോം സിക്നെസ്സുമാണ്, കാരണം ഞാൻ ഭയങ്കര ഒരു അമ്മക്കുട്ടിയാണ്. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും സാഡും കരച്ചിലൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ ബ്രദറും ഒക്കെയാണ് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസ് ഫേസ് കാണിക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ആദ്യത്തെ 2-3 വീഡിയോ ഫേസ് കാണിക്കാണ്ടൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഓക്കെ ആയതിനാൽ ഞാൻ ഫേസ് കാണിച്ചിടാൻ തുടങ്ങി. അപ്പം എല്ലാവരും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ അത് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ജസ്റ്റ് എൻ്റെ ബ്രദർ പറഞ്ഞത് ഈ ഇടുന്ന സെയിം വീഡിയോ തന്നെ യൂട്യൂബിലേക്കും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തു തുടങ്ങി. ഫസ്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആദ്യമായിട്ട് ഇങ്ങനെ വർക്ക് പ്ലേസിൽ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഫസ്റ്റ് എൻ്റെ മൈൻഡിലോട്ടേക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു പബ്ലിക് അക്കൗണ്ട് അതൊക്കെ ഫാമിലീസ് പറയുന്നതിനേക്കാണ് മുമ്പ് എൻ്റെ ഏട്ടൻ തന്നൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് മൈക്രോബയോളജി ആണല്ലോ. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ടു മൈക്രോബയോളജി ക്ലാസ്സസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പം അതൊക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആവും, വെറുതെ ടൈം വേസ്റ്റ് ആവുമോ, എൻ്റെ എഫേർട്ട് വേസ്റ്റ് ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ അതിന്ന് മാറ്റിപ്പിടിച്ച് ഇങ്ങനൊരു സംഭവത്തിലേക്ക് വന്നത്. എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്, വലിയ സപ്പോർട്ടൊന്നുമല്ല. ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതൊരിക്കലും ഞാൻ എൻ്റെ വർക്ക് പ്ലേസിലുള്ളവരെ കുറ്റം പറയുന്നതോ ഒന്നുമല്ല. ആക്ച്വലി അവരൊക്കെ അത്യാവശ്യം മിണ്ടുന്നവരായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ളൊരു പേടിയാണ്. അതായത് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമാവുമോ, അല്ല അവരത് ഏത് രീതിക്ക് എടുക്കും, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുമോ, ഇങ്ങനെയുള്ള ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ക്രിയേറ്റ് ആവാൻ ഒരുപാട് ടൈം എടുത്തത്. ലൈക്ക് ഞാൻ ജനുവരി ജോയിൻ ചെയ്ത് 2-3 മാസം ഐ വാസ് ടു ലോൺലി. ആ കാലം പോലും ആലോചിക്കുന്നത് എനിക്കിഷ്ടമല്ല. ലൈക്ക് പിന്നെ മാർച്ച് ആകുമ്പോഴാണ് ഒരു പുതിയൊരു മാം ജോയിൻ ചെയ്തത്, ആതിര മാം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയായിരിക്കും. ആൾ ജോയിൻ ചെയ്തതിൽ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ മറ്റുള്ള എൻ്റെ സ്റ്റാഫിലോ അല്ല എൻ്റെ കൊളീഗ്സിനെയോ ഞാൻ ആരെയും ലൈക്ക് കുറ്റം പറഞ്ഞതല്ല. ലൈക്ക് എന്താ പറയുക, മ്യൂച്വലി ആണല്ലോ, അവരിടുന്ന എഫേർട്ട് ഞാൻ അങ്ങോട്ട് വിടണം. അപ്പം അതിൻ്റെ ഒരു കുറവുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായത്. ബട്ട് ഇപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് വർക്ക് പ്ലേസിൽ. ഇപ്പോൾ ഈവൻ എൻ്റെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരെ, എന്നെ സോഷ്യൽ മീഡിയയിൽ വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. താങ്ക് യു സോ മച്ച്. എപ്പോഴും കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. ശരിക്കും ഈ വീഡിയോയിൽ എന്ത് പറയണം എന്നൊന്നും എനിക്കൊരു ഐഡിയയേ ഇല്ല. ഒന്നാമത് ഞാൻ ഒരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആയ ഒരാൾ എങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, എന്താ കാര്യം എന്നുള്ളതൊക്കെ. പക്ഷേ എന്നിട്ടും എനിക്ക് ആൾക്കാരോട് മിണ്ടാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് സംസാരിക്കാനോ എന്താണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ലൈക്ക് ചെറിയൊരു സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇട്ട് എത്ര ആൾ കാണുന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് ഇനിയും കൂടുതൽ ക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെപ്പറ്റി അറിയണമെങ്കിലൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ എന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒത്തിരി പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും അറിയാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ലൈക്ക് ജെം കൈൻഡ് ഓഫ് പീപ്പിൾസ്. അത് എനിക്ക് ഒരുപാട് അവരോട് താങ്ക്സ് പറയാനുണ്ട്. ഇത്രയുള്ള എൻ്റെ ലോങ് വീഡിയോ. എനിക്ക് ഇത്രയും കൂടുതൽ എന്ത് സംസാരിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം എന്ത് കൂടുതൽ അറിയണമെങ്കിലും ഡു കമൻറ്റ്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി എന്നെ ലൈക്കും അതുപോലെ തന്നെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തരണം. ഷെയർ ചെയ്യുക ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്ക്.
അപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ലോങ് വീഡിയോ. ഓക്കെ, ബൈ.